ഒരു മാസം തിന്നാൽ മതി, പൂർണ്ണമായിട്ട് മാറും. അത് ഉറപ്പായിട്ടും എൻ്റെ നമ്പർ വേണമെങ്കിലും തരാം. ഒരു മാസം ഈ കിഴങ്ങ് തിന്നാൽ മതി, പൈൽസ് മൂലക്കുരു മൊത്തം മാറും. മൊത്തം മാറും. അപ്പൊ ഇന്ന് ഇത് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം അന്നത്തെ മൂലക്കുരു മാറും. പിറ്റേനാൾ നമ്മൾ ബാത്റൂമിൽ പോയപ്പോൾ ആ മൂലക്കുരു വരും. അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് ഗുണമാണ്. അത്രയ്ക്ക് ഏറ്റവും ഗുണമുള്ളതാച്ചി, ഒരു മായല്ലാതെ സാധനം. ഇത് നല്ല രുചിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ കപ്പയൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ ചീനി കപ്പ അതൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആയുർവേദ മരുന്നിനകത്ത് ഇപ്പം പൊടിയായിട്ടും കിട്ടും ഇത്. കിട്ടും. പക്ഷെ കേരളത്തിൽ കിട്ടുന്നതെന്ന് അറിയില്ല. തിരുനെല്ലി ഭാഗം ആ ഭാഗത്തിൽ കിട്ടും ഇപ്പം ഇത് പൊടിയായിട്ട്. നല്ലതാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്, അതിലധികം നല്ല ഗുണവുമാണ്. നിങ്ങളിപ്പം കഴിച്ചില്ലയോ, നാളെ രാവിലെ പറഞ്ഞാൽ മതി ഇത് എങ്ങനെ ഉണ്ടെന്ന്. സത്യം അയച്ചേ. അപ്പൊ ഇതൊരു കായയുടെ വേരാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയുന്നവരൊന്ന് കമന്റ്. ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്, തെങ്കാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ തെങ്കാശിയിൽ നമ്മുടെ കേരളത്തിൽ വന്ന് നൊങ്ക സർബത്തൊക്കെ ഉണ്ടാക്കി കോടീശ്വരനായ ഒരു ചേട്ടൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തന്നൊരു മരുന്നാണിത് അല്ലേ? അപ്പൊ ഇതെന്താ ചേട്ടാ സംഭവം? എന്തുവാ ഇതെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ പറയുന്നത് ഇത് പനയുടെ കിഴങ്ങ്. ഇത് നമ്മൾ ചുട്ട് നിന്നാ പുളിങ്ങി നിന്ന. ഇതിപ്പോ നമ്മൾ പുളിങ്ങിയ സാധനം. ഇത് ഇങ്ങനെ തൊലിച്ച് ഇങ്ങനെ തിന്നണം. മരിച്ചതിനെ പോലെ ഒരു പരുവത്തിന് എടുത്തുന്ന സാധനമാണ്. ഇതിങ്ങനെ തൊലിച്ച് ഇത് തിന്നു കളിഞ്ഞാക്കി ഏറ്റവും കൂടിയ മരുന്ന് പൈൽസിന് നല്ലതാ. പൈൽസിന് ഏറ്റവും നല്ല മരുന്നാ. അപ്പൊ ഇത് ചേട്ടൻ ആർക്കെങ്കിലും കൊടുത്തിട്ട് പൈൽസ് മാറിയിട്ടുണ്ടോ? കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഇത് കൂടിപ്പോയാക്കി വർഷത്തിന് 2 മാസം കിട്ടും. കേരളത്തിൽ ആർക്കെങ്കിലും ചേട്ടൻ ഇത് കൊണ്ടുവന്ന് കൊടുത്ത് പൈൽസ് മാറിയിട്ടുണ്ടോ? ഉണ്ട്. ആർക്കാ? നമ്മൾ കരവാളൂരിൽ ഒരാൾക്ക് ഒരെണ്ണന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടന്റെ അസുഖം എങ്ങനെ മാറിയെന്ന് പറഞ്ഞു തിരിച്ചു വന്ന് ചോദിച്ചപ്പോ നമുക്ക് ഇത് സാധനം കിട്ടിയില്ല. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര പൈസ വേണേലും തരാം, അവർക്ക് പൈൽസ് മാറിയത് കൊണ്ട് അവർക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണേലും തരാം, ഇത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ കേരളത്തിലെങ്കിലും ഇതില്ല. നമുക്ക് കേരളത്തിലൊക്കെ കാണണമെങ്കിൽ ഇത് നമ്മൾ കൊണ്ടുപോയി കുളിച്ചിട്ട് കഴിഞ്ഞാക്കി അത് വിട്ട് കഴിഞ്ഞാൽ വിത്തായി പോകും. എത്ര നാളുകൊണ്ട് ഇത് നമുക്ക് കിഴങ്ങായി എടുക്കാണെങ്കിൽ 6 മാസം ആവും. 6 മാസം നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ ഈ ഒരു മരുന്ന് കിട്ടൂ അല്ലേ? പനങ്കഴുക്ക്, പനയുടെ വേര്. അപ്പൊ ഇത് നല്ല ഡെയിലി കഴിക്കുന്നോണ്ട് വല്ല ദോഷമോ വല്ല കുഴപ്പം വല്ല ഉണ്ടോ? ഡെയിലി കഴിച്ചാക്കി 2 മാസം കൊണ്ട് പൈൽസ് മാറും. ഡെയിലി കഴിച്ചാക്കി 2 മാസം ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് വരുന്നില്ല. പൂർണ്ണമായിട്ട് പൈൽസ് 2 മാസം. പൈൽസ് എന്ന് പറയുന്നത് മൂലക്കുരു. അതെ. പൈൽസ് എന്ന് പറഞ്ഞാൽ മൂലക്കുരു. അപ്പൊ 2 മാസം നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിന്റെ കൂടെ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് നമ്മുടെ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ചേട്ടൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. പിന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചേച്ചിയാണ് നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കി തന്നത്. ഇത് എപ്പടി ചേച്ചി സமைச்சது? இது கட் பண்ணி இதை முடிச்சுட்டு இப்போ கழுகி உப்பு லைட்டாக மஞ்சப்பொடி போட்டு குக்கரில் 6 விசில் வச்சேன். 6 விசில் வச்சா கிழங்கு ரெடி ஆயிடும். மஞ்சப்பொடி உப்பு போட்டால் டேஸ்ட் நல்லா കൂടും. இது நார் சத்து அதிகம் ஆகுது. നാര് കൂടുതൽ, നമ്മുടെ ശരീരത്തിന് നാരുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നാര് അധികമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറിനൊക്കെ നല്ല ഔഷധ ഗുണമാണ് അല്ലേ ചേട്ടാ? ഇത് തിന്നു കളിഞ്ഞിട്ട് നമ്മള് ബാത്റൂമിൽ പോയപ്പോ അറിയാം പൈൽസിന് കാര്യങ്ങളെല്ലാം. പൈൽസ് ഉള്ളവർ പറയണം ഒറ്റ വട്ടം കഴിച്ചാലേ ഇത് നമുക്ക് അതിന്റെ അന്നത്തെ പരിപാടി മാറും. അന്നത്തെ പരിപാടി മാറും.